കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവസാനിച്ചു. കോളേജ് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറായതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 2ാം വർഷ വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിച്ചി മർപ്പുവാണ് ഇന്നലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചത്. കോതമംഗലം MA കോളേജിലെ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയായ മിച്ചി മർപ്പുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾ മൂലമാണെന്ന് ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തതിനാൽ ഇയർ ഔട്ട് ആകുമെന്ന് ഭയന്നാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്നാരോപിച്ച് ഇന്നലെ രാത്രി വൈകിയും വിദ്യാർത്ഥികൾ കോതമംഗലം പോലീസ് സ്റ്റേഷന് സമീപം തടിച്ചുകൂടിയിരുന്നു. മുദ്രാവാക്യം വിളികളുമായി കോളേജിനു മുന്നിലും കൂട്ടം കൂടി നിന്ന് പ്രതിഷേധിച്ചു. ശനിയാഴ്ച രാത്രി തുടങ്ങിയ വിദ്യാർത്ഥി പ്രതിഷേധം ഞായറാഴ്ചയും ശക്തമായതോടെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച 5 ആവശ്യങ്ങളും അംഗീകരിച്ചതായി ചർച്ചയ്ക്ക് ശേഷം പ്രിൻസിപ്പൽ ബോസ് മാത്യുവും വിദ്യാർത്ഥികളും പറഞ്ഞു. അനുഭവപൂർവ്വം പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സാമിന്റെ ഫീസ് കൊടുക്കാനുള്ള ആ കാര്യവും അനുഭവപൂർവ്വം തന്നെ പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കൗൺസിലുമായിട്ട് ഒരു മീറ്റിംഗ് കൂടാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത കൗൺസിൽ കൂടുമ്പോൾ എന്താണ് പിള്ളേർക്ക് വേണ്ടത്? ഒന്ന് ഈ മാത്തം സപ്ലൈ ആണോ അല്ലെങ്കിൽ പൈസ കുറയ്ക്കാനാണോ? ഈ 2 കാര്യങ്ങൾ കൗൺസിൽ മീറ്റിംഗുകൾ നടന്നിട്ടില്ല. ആ കൗൺസിൽ മീറ്റിംഗ് നടത്താനുള്ള ഫുൾ കാര്യങ്ങൾ ആദ്യം ഈ കൗൺസിൽ മീറ്റിംഗ് കൂടി ഈ കാര്യം നമ്മൾ തീരുമാനിക്കും. കൗൺസിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണമെങ്കിൽ നമ്മൾ ഉറപ്പായും പ്രസിഡന്റ് തുടരും. നിലവിൽ നമുക്ക് സംവിധാനമായ ഒരു തീരുമാനമാണ് എടുത്തേക്കണേ. അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്രതിഷേധം രീതിയിൽ മുമ്പോട്ട് പോട്ടെ. അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിച്ചി മർപ്പുവിനെ ഇന്നലെയാണ് വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനം, കൊച്ചി.